ഹലോ, ആരാ? മുസ്തഫയാ? ഏത് മുസ്തഫ? ഒന്ന് മനസ്സിലായി. ആ, മനസ്സിലായി. ആ, നീ ഇപ്പോൾ എവിടെയാ? അതെയോ? ഞാനാ? ഞാനിപ്പോൾ അങ്ങനെ ഒന്നും പുറത്തിട്ട് അങ്ങനെ അധികം ഇറക്കൊന്നുമില്ല. വേറൊന്നും ഉണ്ടായിട്ടില്ല. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പങ്കാളിയാണല്ലോ ഞാനും. അതിൻ്റേതായ കുറച്ച് അന്നത്തെ രാത്രി പ്രയോഗം എന്ന് പറഞ്ഞാൽ കുറച്ച് കടുപ്പമാണല്ലോ. അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ. അതെയോ? ആര്, ഞാനോ? പിന്നെ ഇന്ത്യയുടെ 10-16 സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളല്ലേ ഞാൻ. ഏതാ? ജാലിയൻവാലാബാഗ? അതേക്കുറിച്ച് അറിയാവുന്നോ? പിന്നെ ജാലിയൻവാലാബാഗിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നമ്മൾ കരുതുന്ന അത്രയും ഗുണം ആ ബാഗിനില്ല. അതിനേക്കാൾ എത്രയോ നല്ല ബാഗ് നമ്മുടെ മാർക്കറ്റുകളിൽ കിട്ടും. ആരാ? സുഭാഷ് ചന്ദ്രബോസാ? പിന്നെ അറിയുമെന്നോ? ഒരമ്മ പെറ്റ മക്കളെ പോലെ ഇണപിരിയാത്ത സുഹൃത്തുക്കളായിട്ട് ജീവിച്ചവരല്ലേ ഈ സുഭാഷും ചന്ദ്രനും ബോസും. അത് ശരി, നീ എന്നോടാ എങ്ങനെ? ആ, ആരെ? ബാലഗംഗാധര തിലകനോ? ഞാൻ അറിയുമെന്നോ? പിന്നെ അറിയില്ലേ? അവര് സഹോദരങ്ങളാണോ? അതെയാ? അത് ബാലൻ ഗംഗാധരൻ നേരത്തെ മരിച്ചുപോയി. പിന്നെ ഈ തിലകൻ കുറേ നാൾ സിനിമയിലൊക്കെ അഭിനയിച്ച് നടന്നു. അവസാനം തിലകനും മരിച്ചു. ഏതാ? ഞാനോ? ഞാനിപ്പോൾ അങ്ങനെ കാര്യമായിട്ടൊന്നും അങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ പോണ്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഇല്ലേ, പട്ടിയുടെ കയ്യിൽ തേങ്ങ കിട്ടിയമാരെ ഉടക്കാനും കഴിയില്ല തുളക്കാനും കഴിയില്ലാത്ത മട്ടിൽ പട്ടിക്ക് ഇങ്ങനെ തട്ടിക്കളിക്കാനല്ലേ പറ്റുള്ളൂ. തേങ്ങ എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ ജീവിതം ഇങ്ങനെ തട്ടിക്കളിച്ച് അങ്ങനെ പോവാണ്. വേറെ ഇപ്പം എന്ത് ചെയ്യാൻ? ആ, ശരിയെന്നാ. ആ.